നമസ്കാരം. ഇന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നത് അഖിൽജിയാണ്. അഖിൽജി നമ്മളോട് കോയിൽ ട്യൂബിങ്ങിനെ പറ്റി കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അഖിൽജി, കോയിൽ ട്യൂബിങ്ങിനെ പറ്റി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലെ വെൽ കമ്പീഷനിൽ വരുന്ന ഒരു ഓപ്പറേഷനാണ് കോയിൽ ട്യൂബിങ്. സോ അതിൽ തന്നെ നമ്മൾ കോയിൽ ട്യൂബിങ്ങിൽ മെയിനായിട്ട് നമ്മൾ രണ്ട് ക്രൂകളായിട്ടാണ് പോവുക. ഒരു ക്രൂ ഫ്ലൂയിഡ് ക്രൂവും ഒരു ക്രൂ കോയിൽ ക്രൂവും. ഞാൻ ഇപ്പോൾ കൂടുതലും ഫ്ലൂയിഡിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സോ കോയിൽ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് ഇങ്ങനെ ഒരു റീലിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. അതിനാണ് ഒരു കോയിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഓയിൽ വെല്ലിലേക്ക് ഇറക്കി നമ്മൾ അതിലൂടെ ഫ്ലൂയിഡ് വഴി ഹൈ പ്രഷറിൽ ഫ്ലൂയിഡ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് പല രീതിയിലുള്ള ജോലികൾ ചെയ്യാം. ലൈക്ക് കൂടുതലും നമ്മൾ ചെയ്യുന്നത് മില്ലിംഗ് ആണ്. അതായത് ഈ ഫ്രാക്കിങ്ങിൻ്റെ ആൾക്കാർ വെച്ച് പോകുന്ന പ്ലഗ് മില്ല് ചെയ്തെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത് ഹൈ പ്രഷർ വാട്ടർ പമ്പ് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മൾ വല്ല ടൂൾസ് മിസ്സാകുമ്പോൾ നമ്മൾ പോയി ആ ടൂൾസ് എടുത്ത് കൊടുക്കാറുണ്ട്. അതിനെ നമ്മൾ ഫിഷിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സിപ്പർ ഫ്രാക്കും ആംഗുലാർ ഫ്രാക്കാണ്. അത് കൂടുതലും ഈ ഫ്രാക്കിങ്ങിൽ നമ്മൾ ആസിഡ് ഒരു സ്പെസിഫിക് സോണിലേക്ക് പമ്പ് ചെയ്യുന്നത് തന്നെ പറയുന്നതാണ്. അഖിൽജി, കോയിൽ ട്യൂബിങ്ങിൽ വർക്ക് ചെയ്തതിൽ വെച്ച് കോയിൽ ട്യൂബിംഗ് ആണോ ഫ്രാക്കിംഗ് ആണോ സിമെൻറ്റിംഗ് ആണോ എളുപ്പവും? ഫ്രാക്കിങ്ങിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. സിമെൻറ്റിങ്ങിൽ ഞാൻ ഒരു ദിവസം പോയായിരുന്നു. സിമെൻറ്റിങ് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. റിഗ് ഔട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ കോയിൽ ട്യൂബിങ് ചെയ്യണ പോലെ ലോങ് റിഗിങ്സ് ഒന്നുമില്ല അവർക്ക്. അത് കുറച്ച് ലോങ് ജോയിൻസ്, ഒന്ന് രണ്ട് ചെറിയ ചിക്സിൻ്റെയും ഇത് മാത്രം. ആക്ച്വലി പണി എളുപ്പം കോയിൽ ട്യൂബിങ് ആണ്. ലൈക്ക് ആദ്യത്തെ ദിവസം അവസാനത്തെ ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇടയിൽ ചിലപ്പോൾ നമ്മൾ രണ്ടാഴ്ചക്ക് ഒരേ ലൊക്കേഷനിലാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല. പക്ഷേ സിമെൻറ്റിങ് ആണെങ്കിൽ റിഗിനും റിഗ് ഔട്ടും സെയിം ഡേ തന്നെയാണ്. പക്ഷെ അത് അത്ര ലോങ് റിഗ് ഔട്ടല്ല. ഫ്രാക്കിംഗ് അങ്ങനെയല്ല. ഫ്രാക്കിങ്ങിൻ്റെ റിഗ് ഔട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ യൂസ് ചെയ്യണ അയൺ തന്നെ 4 ഇഞ്ചാണ്. സോ ലിറ്ററലി പറയുകയാണെങ്കിൽ എൻ്റെ ശരീരപ്രകൃതിയുള്ള ഒരാൾക്ക് ഫ്രാക്കിങ്ങിൽ പോയി പണിയെടുക്കുക എന്ന് പറയുന്നത് ലിറ്ററലി ഇമ്പോസിബിളാണ്. അവിടുത്തെ ചില വാൽവ്സും കാര്യങ്ങളൊന്നും എനിക്കെടുത്ത് പൊക്കൽ നടപടിയാവുന്നതല്ല. ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്ക് നല്ല കാശ് നേടാൻ പറ്റുമോ? ജോലി ചെയ്യാൻ മനസ്സുള്ളവരാണെങ്കിൽ കാനഡയിൽ നല്ലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ വർക്ക് ചെയ്ത് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഖിൽജിക്ക് പറയാനുള്ളത്? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷേ പോകുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ PR-ഉം അത് കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് പോവുക. സോ നമുക്ക് എനിക്കിതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നറിയില്ല. ബട്ട് എന്നോട് കുറേ പേർ സംസാരിച്ചതും പറഞ്ഞതും കേട്ടത് വെച്ച് നമ്മൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് പോകുന്നത് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഉയർന്ന ശമ്പളം കരസ്ഥമാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം ജോലികളിൽ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് റിസ്കുകളെ പറ്റി മെൻഷൻ ചെയ്യാറുണ്ട്. എന്തൊക്കെ തരം റിസ്കുകളാണ് വർക്കേഴ്സ് ഡേ ടു ഡേ വർക്കിംഗ് എൻവയോൺമെൻറ്റുകളിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത് 2 റിസ്കുകളാണ്. ഒന്ന് കെമിക്കൽസ്. കാരണം ഞങ്ങൾ കുറേ കെമിക്കൽസും ഈ ഫ്ലൂയിഡിൻ്റെ കൂടെ പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. സോ കെമിക്കൽസ് അത്യാവശ്യം നമ്മൾ എക്സ്പോസ്ഡ് ആണ് കെമിക്കൽസിൻ്റെ അടുത്ത്. അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന ഹൈ പ്രഷർ ലൈൻസ് ആണ്. പക്ഷേ കാനഡയിൽ ഒരുവിധം എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് റിസ്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ആരെങ്കിലും ഒരു ചെറിയ മണ്ടത്തരം കാണിച്ച് എവിടെയെങ്കിലും ഒരു മെസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രഷർ ലൈൻസ് ആണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊടി പോലും കിട്ടില്ല. പിന്നെ ഉള്ളൊരു റിസ്ക് എന്ന് പറയുന്നത് ഈ കാനഡയിൽ നിന്ന് വരുന്ന H2S ഗ്യാസിൻ്റെയാണ്. അതും ഒരുവിധം കൺട്രോൾഡ് ആണ്. അതിന് അവർ നമുക്ക് ഡിറ്റക്ടർ എല്ലാം തരും. സോ അതടിച്ച് കഴിഞ്ഞാൽ ആൾക്കൂടി ചെയ്യാവുന്നത് ഇറങ്ങി ഓടുക എന്നുള്ളതാണ്. കാരണം അതൊരു എനിക്ക് തോന്നുന്നൊരു 10-15 സെക്കൻഡ് ശ്വസിച്ചാലേ നമ്മൾ അപ്പം തന്നെ മരിച്ചു പോകുക എന്നതാണ്. അപ്പം ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ എന്തെങ്കിലും സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ? നമുക്ക് അത്യാവശ്യമുള്ള സുരക്ഷാ ഉപകരണങ്ങളെല്ലാം നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ തരും. ഇപ്പോൾ ഓയിൽ ഫീൽഡ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും താടി വയ്ക്കാൻ പാടുള്ളതല്ല. നമ്മളിപ്പം ക്ലീൻ ഷേവ് ആയിരിക്കണം. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H2S ഗ്യാസ് വരുമ്പോൾ ഇവർ നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു മാസ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് സീൽ ചെയ്യുന്ന ഒരു റബ്ബർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ താടി ഉണ്ടെങ്കിൽ ആ കുറ്റി താടി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പ് മതി ഗ്യാസിനുള്ളിലേക്ക് കയറി പോകാൻ. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളെ കൂടുതലും ക്ലീൻ ഷേവ് ആയിട്ട് വേണമെന്ന് അവർ നിർബന്ധം പറയും. അതൊരു സേഫ്റ്റി പ്രിക്കോഷനാണ്. കടന്നു വരുന്ന യുവാക്കൾക്ക്
ഈ ഫീൽഡിൽ ഇത്രയും റിസ്കി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇത്രയും എക്സ്ട്രീമിറ്റീസ് ഫേസ് ചെയ്യേണ്ട എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചർ കരിയറിനെ ഹെൽപ്പ് ചെയ്യുമോ? ഫ്യൂച്ചർ കരിയറായി ഇതിൽ കയറി പോകാനുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട്. കരിയറായിട്ട് ചൂസ് ചെയ്യാൻ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് പറയുകയാണെങ്കിൽ ഇതൊരു ലോങ് ടേം ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ. വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ള ആളുകളെ താങ്കൾ ഫീൽഡിൽ പോകുമ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. എന്താണ് അവരെ ഈ ഫീൽഡിൽ ഇത്രയും വർഷങ്ങൾ പിടിച്ചു നിർത്തുന്നത്? ഞാൻ സംസാരിച്ച എല്ലാവരും എന്നോട് പറഞ്ഞത് ഒരേ മറുപടിയാണ്: പൈസ. ലൈക്ക് നമുക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഇത്രയും അധികം പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല എനിക്ക് തോന്നുന്നു കാനഡയിൽ കുറവാണ്. ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെയാണ് നമുക്ക് ഇത്രയധികം പൈസ അധികം ക്വാളിഫിക്കേഷൻസ് ഇല്ലാതെ കിട്ടുന്നത്. പുതിയതായിട്ട് വരുന്നവർക്ക് ഈ ഫീൽഡ് അഖിൽജി സജസ്റ്റ് ചെയ്യുമോ? ഫാമിലിയായുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ 15 ദിവസമൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അല്ലാത്തവർക്ക് ഞാൻ തീർച്ചയായും കോയിൽ ട്യൂബിങ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ സിംഗിളാണ്, കാശുണ്ടാക്കണം എന്ന് ഉള്ള ആളുകൾക്ക് സജസ്റ്റ് ചെയ്യും? ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, തീർച്ചയായും. ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയർ നിന്നു പോകുമോ? ഇല്ല, ഇതിൽ തന്നെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഗ്രീൻ ഹാൻഡ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റർ 1 ആവാം, ഓപ്പറേറ്റർ 2 ആവാം, പിന്നെ മെയിൻ ഓപ്പറേറ്ററായി ഓപ്പറേറ്റർ 3 ആവാം. അവിടെ നിന്ന് നമുക്ക് പിന്നെ സൂപ്പർവൈസർ ലെവലിലേക്കും കയറി പോകാം. ഈ പണി എങ്ങനെ, കഷ്ടപ്പാടാണോ? നമ്മൾ ചെല്ലണ ദിവസം നമുക്ക് റിഗിൻ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് വരുന്ന ദിവസം റിഗ് ഔട്ട് ഉണ്ടാവും. ഇത് റിഗിൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഫ്ലൂയിഡ് എൻഡിൽ നിന്ന് നമ്മൾ ഈ ഓയിൽ വെല്ലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിനാണ്. അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഹോസസ് യൂസ് ചെയ്യും. അത് നമ്മൾ ഈ വെള്ളത്തിൻ്റെ 400 എന്ന് പറയുന്ന ബാരൽസ് ഉണ്ട്, അതിൽ നമ്മൾ ട്രക്കിലേക്ക് കണക്ട് ചെയ്യാനും ട്രക്കിൽ നിന്ന് ഓയിൽ വെല്ലിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇഞ്ച് അയണുമാണ്. ആ 2 ഇഞ്ച് അയൺ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എന്നാൽ എൻ്റെ ഒരു ശരീരപ്രകൃതിയുള്ള ഒരാൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അത്രയും ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമുക്ക് കുറച്ച് ചില റിഗിൻസ് കുറച്ച് വലുതാണ്. സോ 4-5 മണിക്കൂർ ബ്രേക്ക് ഇല്ലാതെ ഇത് മൊത്തം റിഗിൻ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ തീർച്ചയായും ക്ഷീണിക്കുന്നതാണ്. അഖിൽജി, ഫിസിക്കലി ഡിമാൻഡിങ് ആണ് എന്ന് പറയുന്നത് ശരിയാണോ? റിഗിൻ്റെ സമയത്തും റിഗ് ഔട്ടിൻ്റെ സമയത്താണ് ഫിസിക്കലി നമ്മൾ മെയിൻലി ഡിമാൻഡിങ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അധികം ജോലികളൊന്നും നമ്മൾ ഫിസിക്കലി ചെയ്യുന്നില്ല. ഓക്കെ. എക്സ്ട്രീം വെതറിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ്? അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് സമ്മറിൽ വർക്ക് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ എൻ്റെ കൂടെയുള്ള പലരും കുറേ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സമ്മറിൽ. പക്ഷേ എനിക്ക് വിൻ്ററിൽ വർക്ക് ചെയ്യാൻ ഞാൻ ഭയങ്കര പ്രയാസം കണ്ടെത്തുന്ന ഒരാളാണ്. കാരണം ഈ -42, -50 വരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ കൂടുതലും പുറത്താണ് വർക്ക് ചെയ്യുന്നത്. സോ 5-6 മണിക്കൂർ ഈ ഇത്രയും ഹാർഷ് ടെമ്പറേച്ചർ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പം ഇത്രയും ഹാർഷ് ടെമ്പറേച്ചറുകളിൽ വർക്ക് ചെയ്യേണ്ട മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഫിസിക്കൽ ടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ? ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തി വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബോഡി ലിറ്ററലി നമ്മളോട് ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് തുടക്കം തൊട്ടേ പറഞ്ഞു തുടങ്ങും നമുക്ക്. പക്ഷേ നമ്മുടെ ബിൽസ് പേ ചെയ്യണം, നമ്മുടെ ബാക്കിയുള്ള ബുദ്ധിമുട്ടെല്ലാം ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യുകയാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ കൂടുതലും ഓയിൽ ഫീൽഡിൽ ഞാൻ കണ്ടിട്ടുള്ളവർ. എൻട്രി ലെവൽ പൊസിഷനുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു വർഷം എത്ര $, സമ്പാദിക്കാൻ പറ്റും? നമുക്കൊരിക്കലും അതിനൊരു ഫിക്സഡ് എമൗണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ കമ്പനിക്ക് എന്തോരം കോൺട്രാക്ട് കിട്ടുന്നു എന്നനുസരിച്ചാണ്. ഇപ്പം എൻ്റെ കമ്പനി ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു കമ്പനി ആയതുകൊണ്ടും ഞങ്ങൾക്ക് അത്യാവശ്യം കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ടും തന്നെ എൻട്രി ലെവലിൽ തന്നെ ഏകദേശം ഒരു $100,000 സമ്പാദിക്കാവുന്നതാണ് ഒരു കൊല്ലം. അപ്പോൾ ടാക്സ് പോവുമോ? ടാക്സ് പോവും. ടാക്സ് കഴിഞ്ഞ് ഇപ്പോൾ ആൽബർട്ട് ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 68 to 70 ആണെന്ന് തോന്നുന്നു ടേക്ക് ഹോം പേ. ഓക്കെ. ഇത്തരം ജോലികളിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെ തരം ട്രേഡുകളാണ്, സർട്ടിഫിക്കറ്റുകളാണ്, ബാക്ക്ഗ്രൗണ്ടുകളാണ് വേണ്ടത്?
സോ നമുക്കിപ്പോൾ ഈ കോയിൽ ട്യൂബിങ്ങിലേക്ക് കയറുമ്പോൾ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഇൻഹൗസ് ട്രെയിനിങ് ആൻഡ് ഇൻഹൗസ് സർട്ടിഫിക്കേഷൻസ് കുറേ ഉണ്ട്. അതെല്ലാം നമ്മളിവിടെ ജോലി കിട്ടിയതിന് ശേഷം നമ്മുടെ കമ്പനിയിലിരുന്ന് ചെയ്യുന്നതാണ്. അതല്ലാതെ പുറത്തുനിന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ്, H2S, പിന്നെ മെയിനായിട്ട് ഇവർ ചോദിക്കുന്നത് ക്ലാസ് 1 ലൈസൻസ് ആണ്. ഇവിടെ കൂടുതലും പണ്ട് ഇവർക്ക് അധികം ആൾക്കാരില്ലാത്തതിനാൽ അവർ ക്ലാസ് 5 ഉള്ള ആൾക്കാരെടുത്ത് അവർ തന്നെ ട്രെയിനിങ്ങിന് അയക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്ത് ക്ലാസ് 1 ലൈസൻസ് എടുത്ത ഒരാളാണ്. സോ ഇപ്പോൾ ജോലി കിട്ടാൻ ക്ലാസ് 1 ലൈസൻസ് ഒരുവിധം അവർ മാൻഡേറ്ററി ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. മിഡിൽ ഈസ്റ്റിൽ നിന്നോ ആരെങ്കിലും വന്ന് കാനഡയിൽ വർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായെങ്കിൽ നിങ്ങൾ അവരുടെ പ്ലാനിനെ അപ്രൂവ് ചെയ്യുമോ, റിജക്റ്റ് ചെയ്യുമോ? ഞാൻ തീർച്ചയായും റിജക്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക. കാരണം ഞാൻ പേഴ്സണലി ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് 2 പേരെ പരിചയപ്പെട്ടിരുന്നു. ഒരാൾ സൗദിയിൽ നിന്ന് വന്നതും ഒരാൾ ദുബായിൽ നിന്നും വന്നതാണ്. അവർ അമേരിക്കയിൽ വർക്ക് ചെയ്യാം എന്ന് കേട്ടപ്പോൾ ചാടിപ്പുറപ്പെട്ട് വന്നതാണ് ഇവിടേക്ക്. പക്ഷേ അവർ എന്നോട് പറഞ്ഞത് അവർ അധികം വൈകാതെ നിർത്തി പോകുന്നതാണ്. കാരണം അവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ കുറച്ചും കൂടി പണി കൂടുതലാണെന്നാണ് അവർ എന്നോട് പങ്കുവെച്ച അവരുടെ എക്സ്പീരിയൻസ്. അത് എത്രമാത്രം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. മിഡിൽ ഈസ്റ്റിൽ ഒരു മാസം 3-4 ലക്ഷം രൂപ ഉണ്ടാക്കുന്നവർക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണക്കിൽ 6-7 ലക്ഷം രൂപ കിട്ടുമായിരിക്കാം. പക്ഷേ ടാക്സ് എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 7 ലക്ഷത്തിൽ നിങ്ങളുടെ കയ്യിൽ വെറും ഒരു 3-3.5 ലക്ഷം രൂപയെ മാക്സിമം കിട്ടത്തുള്ളൂ. അത് സത്യമാണ്. കാരണം നമ്മൾ ഇവിടെ കൂടുതൽ സാലറി സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടാക്സ് ബ്രാക്കറ്റ് മാറും. അപ്പോൾ എൻ്റെ ഞാൻ നല്ല പേച്ചൊക്കെ കണ്ടിട്ടുള്ള മാസങ്ങളിലല്ലേ ഒരു 40% വരെയൊക്കെ ടാക്സ് പിടിക്കുന്നുണ്ട്. ഓക്കെ. സോ ടാക്സ് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ. വർത്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? എൻ്റെ കാഴ്ചപ്പാടിലല്ല, പക്ഷേ വേറെ കുറേ പേരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം അത് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും മിഡിൽ ഈസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇവിടെ നമുക്ക് ഇത്ര സാലറി കിട്ടിയാലും ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ബാക്കി ചിലവെല്ലാം നോക്കുമ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഓൾറെഡി ടാക്സ് പോകുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ബാക്കി ചിലവിനും പോകുന്നു. പക്ഷേ സൗദിയിലും ഇവിടെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം അവരാണ് സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിൽ നമുക്ക് ഒരു മാസം അവിടെ ജോലി, ഒരു മാസം ഇന്ത്യയിൽ നിൽക്കാം. ഇന്ത്യയിലാകുമ്പോൾ വളരെ തുച്ഛമായ, നമ്മൾ വീട്ടിലാണ് താമസിക്കുന്നത്, നമുക്ക് റെൻ്റ് ഇല്ല, അങ്ങനത്തെ നമുക്ക് വേറെ ചിലവൊന്നുമില്ല. ദുബായിൽ പോയാൽ ലൈക്ക് അവിടെ എത്തിയും ഫ്ലൈറ്റ് ടിക്കറ്റ് തൊട്ട് റൂമായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, ഓയിൽ ഫീൽഡിലെല്ലാം നമ്മുടെ കമ്പനി തന്നെയാണ് ഒരുവിധം കവർ ചെയ്യുക. സോ നമുക്ക് സമ്പാദിക്കുന്ന പൈസ മൊത്തം നമ്മുടെ കയ്യിലിരിക്കും, അധികം ചിലവില്ലാതെ. അപ്പോൾ താങ്കൾ അടുത്ത വർഷം താങ്കൾ എവിടെയാണ് കാണുന്നത്? കാനഡയിലായിരിക്കുമോ, മിഡിൽ ഈസ്റ്റിലായിരിക്കുമോ? എനിക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പോകാനാണ് ഇഷ്ടം. ഞാൻ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്തായാലും മിഡിൽ ഈസ്റ്റ് പ്രിഫർ ചെയ്യും. ഫ്യൂച്ചറിലേക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാം. നന്ദി. ഓക്കെ. എവിടെ ചെല്ലുമ്പോൾ? സൗദിയിൽ.